ഹലോ ഫ്രണ്ട്സ്, ഞാൻ നിങ്ങളുടെ സ്വന്തം ഷെഫ് ലിജോ. നമ്മുടെ ചാനൽ വഴി നമ്മൾ അറിയിക്കുന്നത് ഗൾഫ് രാജ്യങ്ങളിലേക്കുള്ള ഫ്രീ ആയിട്ടുള്ള ജോബ് വേക്കൻസികളാണല്ലേ. കമ്പനികളും സ്ഥാപനങ്ങളും ഒക്കെ നമ്മളെ നേരിട്ട് അറിയിക്കുന്ന, അല്ലെങ്കിൽ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പുകളിൽ അറിയിക്കുന്നത്, അല്ലെങ്കിൽ എൻ്റെ ഫ്രണ്ട്സ് അറിയിക്കുന്നതുമായിട്ടുള്ള ജോബ് വേക്കൻസികളാണ് നമ്മൾ ഇടാറുള്ളത്. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അതേപോലെ തന്നെ മാക്സിമം എല്ലാവരിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കണം. അപ്പോഴേ നിങ്ങളും ഞാനും വഴി ഒരു കുടുംബത്തിനെങ്കിലും രക്ഷപ്പെടാനുള്ള ഒരു വഴി നമുക്ക് തുറന്നു കൊടുക്കാൻ പറ്റുകയുള്ളൂ. നമ്മുടെ കമൻറ്റ് ബോക്സിൽ കാണുന്ന വേക്കൻസികളിൽ നിങ്ങൾ അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഞാൻ ഇന്ത്യൻ സമയം രാവിലെ 7:30 ഒരു ഷോർട്സ് വീഡിയോ ഇട്ടതിന് ശേഷം മാത്രമേ മറ്റുള്ള വീഡിയോസിൽ ഞാൻ ഇടാറുള്ളൂ ജോബ് വേക്കൻസികൾ. കാരണം ഇതെല്ലാം ഞാൻ എല്ലാ വാട്സപ്പ് ഗ്രൂപ്പുകളിൽ നിന്നും കളക്ട് ചെയ്തിട്ട് ഞാനത് ടൈപ്പ് ചെയ്തതിന് ശേഷം മാത്രമാണ് നമ്മൾ കമൻറ്റ് ബോക്സിൽ ഇടാറുള്ളത്. പലരും വലിയ വീഡിയോസ് മാത്രം കണ്ടിട്ട് ഷോർട്സ് വീഡിയോ കാണാതെ, അല്ലെങ്കിൽ നമ്മൾ ഇന്ത്യൻ സമയം 7:30 അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ കാണാതെ മറ്റ് വീഡിയോസിൽ വന്നിട്ട് ജോബ് കാണാനില്ലല്ലോ എന്ന് പറയുന്നത് കൊണ്ട് ഞാനിപ്പോൾ എല്ലാ കമൻറ്റ് ബോക്സ് വഴി ഞാൻ അതിലിട്ട അതേ സെയിം വേക്കൻസികൾ ഞാൻ ഇതിനകത്തും കൂടി ഉൾപ്പെടുത്തുന്നതാണ്. പക്ഷേ അതിന് മുന്നേ ഈ വീഡിയോസ് നമ്മൾ എയർ ചെയ്തിട്ടുണ്ടാവുകയും ചെയ്യും, അപ്ലോഡ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ ആർക്കെങ്കിലും ഒക്കെ ഇപ്പോൾ ഞാൻ ഇന്നലെ ഇട്ട വീഡിയോസിന് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ എന്നോട് കമൻറ്റ് ബോക്സ് വഴി ചോദിച്ചു കഴിഞ്ഞാൽ ഞാനുള്ള കറക്റ്റായിട്ടുള്ള മറുപടി തരുന്നതാണ്. പിന്നെ ഇപ്പോൾ ഇന്നലെ ഞാൻ പറഞ്ഞിട്ടുള്ള തലഭാഗത്തിൻ്റെ വേക്കൻസി എന്നൊക്കെ പറയുന്നത് ആയിരക്കണക്കിന് വേക്കൻസികളാണ്. അതൊന്നും അത്ര പെട്ടെന്ന് ഫില്ല് ചെയ്യപ്പെടത്തുമില്ല. അതുകൊണ്ട് നിങ്ങൾ ആരും ടെൻഷൻ അടിക്കേണ്ട. ഞാനൊരു 4-5 മാസം കഴിഞ്ഞ് നാട്ടിലെത്തുന്ന സമയത്ത് ആ സമയത്തിനുള്ളിൽ നിങ്ങൾ പൈസയൊക്കെ റെഡിയാക്കി വെക്കുക. ഏതെങ്കിലും ട്രാവൽസിൽ നിങ്ങൾ തന്നെ പോവുക, നിങ്ങൾ തന്നെ പോയി നിങ്ങൾ തന്നെ ടിക്കറ്റ് എടുത്ത് നിങ്ങൾ തന്നെ വിസയ്ക്ക് അപ്ലൈ ചെയ്തതിന് ശേഷം നിങ്ങൾ ഇവിടെ കയറി വരിക. അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് എൻ്റെ കുറേ ഫ്രണ്ട്സിനോടൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾക്ക് എവിടെയെങ്കിലുമൊക്കെ റൂം റെഡിയാക്കി വെക്കാം. നിങ്ങൾ തന്നെ ഏത് റൂമിനാണോ അതിൻ്റെ ഫ്ലാറ്റിനൊക്കെ ഓണേഴ്സ്മാരുള്ളത് അവർക്ക് തന്നെ നിങ്ങൾ തന്നെ പൈസ കൊടുക്കുക. പൈസയൊന്നും യാതൊരു കാരണവശാലും എന്നെ ഏൽപ്പിക്കേണ്ട കാര്യമില്ല. അതിനകത്ത് ഞാൻ വെറും ഒരു മെസ്സഞ്ചർ മാത്രമാണ്, ഒരു സന്ദേശകൻ മാത്രമാണ്. എനിക്ക് യാതൊരു വിധത്തിൽ പൈസയുടെ ഇടപാടുകളും ഇല്ല. ഞാൻ ആര് പൈസ തന്നു കഴിഞ്ഞാൽ, അതായത് റൂം വാടക കൊടുക്കാനും ഫുഡിൻ്റെ കാര്യങ്ങൾ അറേഞ്ച് ചെയ്യാൻ പോലും പറഞ്ഞിട്ട് പൈസ തന്നാൽ പോലും ഞാൻ മേടിക്കില്ല. കാരണം വെച്ചാൽ അതൊക്കെ നിങ്ങളുടെ മാത്രം ഉത്തരവാദിത്തമാണ്. അപ്പോൾ കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്നല്ലെങ്കിൽ നാളെ ആരെങ്കിലും ഒക്കെ പറഞ്ഞു കഴിഞ്ഞാൽ, വെറുതെ ആണെങ്കിൽ പോലും ഒരു എത്രയൊക്കെ നല്ല രീതിയിൽ നമ്മൾ ചെയ്തു കഴിഞ്ഞാലും ആർക്ക് വേണമെങ്കിലും എന്ത് വേണമെങ്കിലും പറയാമല്ലേ. അപ്പോൾ ഞാനതിന് തീരെ ആഗ്രഹിക്കാത്ത ഒരാളാണ്. കാരണം ഞാനൊക്കെ ഇതേപോലെ ഒത്തിരി ആളുകളോട് ജോബിൻ്റെ കാര്യങ്ങൾ ചോദിച്ചിട്ടൊക്കെയാണ് നമ്മൾ ജോലിക്ക് കയറുന്നതും. അപ്പോൾ ജോലി ഇല്ലാത്തവൻ്റെ വിഷമം എനിക്കറിയാം. ജോലി ഉള്ളവർക്കൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടുമായിട്ട് തോന്നും. അതായത് ഇതൊരു പ്രശ്നമാണ്, അല്ലെങ്കിൽ ജോലി ഭയങ്കര കഷ്ടപ്പാടാണ്. ഒരിക്കലും അല്ല. നമ്മുടെ നാട്ടിലുള്ളതിനെക്കാട്ടിലും ആക്സിഡൻറ്റ് കേസുകൾ ഇവിടെ വളരെ കുറവാണ്. നിങ്ങൾക്കൊക്കെ ധൈര്യമായിട്ട് നിങ്ങൾക്ക് വണ്ടി ഓടിക്കാനും കാര്യങ്ങൾക്കൊക്കെ ഇവിടെ പറ്റുകയും ചെയ്യും. ഇവിടെ എല്ലാം വൺ വേ ട്രാക്കുകളാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് ധൈര്യമായിട്ടിരിക്കാം. സിഗ്നലുകളും കാര്യങ്ങളും ക്യാമറയൊക്കെ നോക്കിയിട്ട് വേണം വണ്ടി ഓടിക്കാൻ. നമ്മുടെ ഇഷ്ടത്തിന് ഓടിച്ച് പോകരുത്. ഓരോ റോഡിന് അനുവദിച്ചിട്ടുള്ള സ്പീഡിനും അതേപോലെ നിയമങ്ങളും പാലിച്ച് മാത്രമേ ഓടിക്കാൻ പാടില്ല, അല്ലെങ്കിൽ ഫൈൻ കിട്ടും. അപ്പോൾ അതൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കുക. അതേപോലെ കമ്മീഷൻ ബേസ്ഡ് ജോലി ആയതുകൊണ്ട് നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും വർക്ക് ചെയ്യാം. നിങ്ങളുടെ ആരോഗ്യത്തിനനുസരിച്ച് നിങ്ങൾ വർക്ക് ചെയ്ത് നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും പൈസ ഉണ്ടാക്കാം. വേണമെങ്കിൽ 24 hours ജോലി ചെയ്യാൻ പറ്റുന്നവർക്കാണെങ്കിൽ 24 hours ജോലി ചെയ്യാം. ഇനിയിപ്പോൾ ഒരു മാസത്തിൽ 4 ലീവ് എടുക്കണമെന്ന് പറയുകയാണെങ്കിലും ആ 4 ലീവ് നിങ്ങൾക്ക് എടുക്കാം. വേണമെന്ന് വെച്ചാൽ നിങ്ങളുടെ മുകളിൽ ആരും നിങ്ങളെ പ്രഷർ ചെയ്യില്ല. അതൊക്കെയാണ് ഈ ജോബിൻ്റെ ഗുണങ്ങൾ. ബൈ ചാൻസ് ഇപ്പോൾ എനിക്ക് തന്നെ ഒന്ന് എടുക്കണം തോന്നിയാലും ഞാൻ ഇത് ലൈസൻസ് തന്നെ എടുക്കുള്ളൂ. കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കൊക്കെ ഒരാളെ പ്രഷർ ഇല്ലാതെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ജോലി ചെയ്യാൻ പറ്റും. അതാണ് ഏറ്റവും വലിയ ഗുണം. നമുക്ക് എത്രത്തോളം അധ്വാനിക്കണം തോന്നിയാൽ, ഇപ്പോൾ നമുക്ക് അടുത്ത മാസം ഒരു അത്യാവശ്യം വരികയാണ്, അല്ലെങ്കിൽ 2 മാസം കഴിഞ്ഞ് അത്യാവശ്യം വരികയാണ്, നമ്മൾ ആ സമയത്ത് നമ്മൾ കൂടുതലായിട്ട് ഹാർഡ് വർക്ക് ചെയ്ത് 3-ാമത്തെ മാസം വേണമെങ്കിൽ നമുക്ക് വീണ്ടും റെസ്റ്റ് എടുക്കാം. അതായത് ഒരു നോർമലി ആയിട്ടുള്ള രീതിയിൽ നമുക്ക് മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കാം. അതൊക്കെയാണ് ഇതിൻ്റെ ഗുണങ്ങൾ. നമുക്ക് പൈസയ്ക്ക് ആവശ്യമുള്ളപ്പോൾ ആരുടെ മുന്നിൽ കൈ നീട്ടണ്ട. നമ്മൾ ആ മാസം മാക്സിമം ഒന്ന് അധ്വാനിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇത് കിട്ടും. പക്ഷേ ഒരു ഫിക്സ്ഡ് സാലറി ഉള്ള ജോലികളാണെങ്കിൽ അതിനകത്ത് നമുക്ക് ഒരു പറയുന്ന സാലറി കൂടുതൽ നമ്മൾ എത്ര മണിക്കൂർ കിടന്ന് കഷ്ടപ്പെട്ട് കഴിഞ്ഞാലും കിട്ടാൻ പോകുന്നില്ല എന്നുള്ള സത്യം. കാരണം ജോലി നമുക്ക് എല്ലാ സമയത്തും ഒരേപോലെ തന്നെ ആയിരിക്കും. അപ്പോൾ ആ സാലറിയും കിട്ടുന്നത് ഒരേപോലെ തന്നെ ആയിരിക്കും. അപ്പോൾ അതുകൊണ്ടൊക്കെ തന്നെയാണ് നമ്മൾ ഇതേപോലുള്ള ജോലികൾ നിങ്ങൾ ശ്രമിച്ചോളാൻ പറയുന്നത്. മാത്രമല്ല, നിങ്ങൾ കടവും കാര്യങ്ങളൊന്നും മേടിക്കാതെ 4-5 മാസത്തിനുള്ളിൽ നിങ്ങൾ തന്നെ എന്തെങ്കിലുമൊക്കെ രീതിയിലൊക്കെ പൈസ ഉണ്ടാക്കി നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇവിടെ കൊണ്ടുവന്ന് നിങ്ങൾക്ക് കമ്പനിയിൽ കൊടുക്കാം. പിന്നെ അവിടെ നിന്നുകൊണ്ട് തന്നെ അവർ തന്നെ നിങ്ങൾക്ക് ലൈസൻസ് എടുത്തിട്ടും പിറ്റത്തെ മാസം പോലെ നിങ്ങളുടെ സാലറിയിൽ നിന്ന് മാത്രം അതിന് പൈസ കൊടുത്താൽ മതി. അപ്പോൾ നിങ്ങൾക്ക് വിസയുണ്ട്, ജോലിയുണ്ട്. അതും നിങ്ങളുടെ അധ്വാനത്തിനനുസരിച്ച് നിങ്ങൾക്ക് കൂടുതലായിട്ട് സമ്പാദിക്കാൻ പറ്റുന്ന ജോലിയാണ്. ഇത്രയും ജെനുവിനായിട്ടുള്ള രീതിയിൽ നിങ്ങൾക്ക് വേറെ എവിടുന്നും ഒരു സംഭവം കിട്ടില്ല. അതേപോലെ തന്നെ ഞാൻ എപ്പോഴും പറയുന്ന കാര്യമാണ്, നിങ്ങൾക്ക് നല്ല ജോലികൾ വരുന്ന അല്ലെങ്കിൽ ഏതെങ്കിലും ഒക്കെ ചാനലുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾ അതിനകത്ത് പോയിട്ട് നിങ്ങൾ വേക്കൻസികൾ കാണുന്നുണ്ടെങ്കിൽ അതിനും പോയി അപ്ലൈ ചെയ്യണം. അപ്പോഴേ നമുക്ക് എത്രയും പെട്ടെന്നൊരു ജോലി കിട്ടാനുള്ള വഴി നമുക്ക് കണ്ടെത്താൻ പറ്റുകയുള്ളൂ. അതൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കണം. ഞാൻ ഒരിക്കലും ഇതിനൊന്നും എതിര് പറയില്ല. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ എന്നെ സംബന്ധിച്ച് ഞാനൊരു ഹെൽപ്പ് ചെയ്യുന്നു എന്നുള്ളത് മാത്രമാണ്. അതിന് നമ്മളെപ്പോലെ നല്ല മനസ്സുള്ള ആളുകളുടെ ഒരു ചെറിയൊരു കൈത്താങ്ങും കൂടി ഉണ്ടെങ്കിൽ ഒരുപാട് ആളുകളിലേക്ക് ഇത് എത്തിക്കാൻ പറ്റും. മാക്സിമം ആളുകൾക്ക് നമ്മൾ വഴി ജോലി കണ്ടെത്തി കൊടുക്കാൻ പറ്റും. പല ആളുകളും പല യുവാക്കളും യുവതികളും ഒന്നും നാട്ടിൽ ജോലി ഇല്ലാണ്ടിരിക്കുകയാണ്. അപ്പോൾ അവർക്കൊക്കെ നമ്മൾ കാരണം കൂടി ഒരു സഹായമായി മാറുമ്പോൾ ഒത്തിരി സന്തോഷമാണ് നമുക്ക്.
കാരണം ജോലി ഇല്ലാത്തതിൻ്റെ ബുദ്ധിമുട്ട് എന്ന് പറയുന്നത് വളരെ കഷ്ടപ്പാടാണ്. പല കുടുംബങ്ങൾക്കും ലോൺ ബാധ്യത ഉണ്ടാവും, പലർക്ക് ജപ്തി പ്രശ്നങ്ങളുണ്ടാവും. ചിലരൊക്കെ പിള്ളേർക്കൊക്കെ ഈ സ്റ്റുഡൻസ് സ്റ്റഡി ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ ലോൺ എടുത്തവരുണ്ടാവും. പിള്ളേരൊക്കെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ടൊക്കെ ലോൺ എടുത്ത ഒത്തിരി മാതാപിതാക്കളുണ്ട്. അതേപോലെ പിള്ളേരുണ്ട്, അവർക്കൊന്നും തിരിച്ചടയ്ക്കാൻ പറ്റാണ്ടിരിക്കുന്ന പല ആളുകളുണ്ട്. അപ്പോൾ ഞാൻ പറയുന്നത്, നിങ്ങൾ പഠിച്ച ജോലി കിട്ടിയില്ലെങ്കിലും കിട്ടുന്ന ജോലിക്ക് കയറി വന്നതിന് ശേഷം ഇവിടുന്ന് വീണ്ടും നിങ്ങൾ പഠിച്ച ജോലി നിങ്ങൾ ശ്രമിച്ചുകൊണ്ടേ ഇരിക്കുക, നിങ്ങൾക്ക് ജോലി കിട്ടും. അപ്പോൾ അതൊക്കെയാണ് നമ്മൾ പറയുന്നത്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ എങ്ങനെയെങ്കിലും ജോലി കിട്ടട്ടെ എന്നുള്ള രീതിയിലാണ്. അതും നിങ്ങൾ പൈസ മുടക്കാണ്ട് എങ്ങനെയും ആണെന്നുണ്ടെങ്കിൽ അതിനല്ലേ ഏറ്റവും നല്ലത്. അപ്പോൾ അതൊക്കെയാണ് നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ. നിങ്ങൾ എല്ലാവരും തന്നെ മാക്സിമം സപ്പോർട്ട് ചെയ്യുക, മാക്സിമം എല്ലാവരിലേക്ക് എത്തിച്ചു കൊടുക്കണം. കാരണം നമ്മുടെ ഒരു അയൽവക്കത്തുള്ളൊരു 3 വീട്ടിൽ നമ്മൾ ഈ വീഡിയോസിനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ, ഏതെങ്കിലും ഒരു വീട്ടിൽ ഇതേപോലെ ജോലി നോക്കുന്ന ഒരാളുണ്ടെങ്കിൽ അവർക്ക് ആർക്കൊരു ഉപകാരപ്രദമാകുന്നുണ്ടെങ്കിൽ ആ വീട്ടിലെ പട്ടിണി നമ്മൾ കാരണം മാറിയില്ലേ, അങ്ങനെ നിങ്ങൾ ചിന്തിച്ചാൽ മാത്രം മതി. അതായത് അങ്ങനെ നമ്മൾ ചെയ്യുമ്പോൾ നമ്മുടെ ഒരു സമൂഹം തന്നെ നല്ല ബെറ്റർ ആവും. പെട്ടെന്ന് നിങ്ങൾക്ക് ഒരു 10 രൂപയ്ക്ക് അത്യാവശ്യം വന്നു, ഓടിപ്പോയി നമുക്ക് അവരോട് ചോദിച്ചു കഴിഞ്ഞാൽ അവർ നിങ്ങളെ സഹായിക്കും. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ്. നമ്മൾ എപ്പോഴും ഒരാൾക്ക് ജോലി കിട്ടുമ്പോൾ ആ കുടുംബം മാത്രമല്ല രക്ഷപ്പെടുക, അവർ വഴി നമ്മുടെ സമൂഹം മുഴുവൻ രക്ഷപ്പെടും. അപ്പോൾ നമ്മളൊക്കെ ഞാനൊരു വീട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ വീട് വെക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ ആ നാട്ടിലുള്ളവരെയും കൊണ്ടാണ് നമ്മൾ വീട് പണിയിപ്പിക്കുന്നത്, അല്ലാണ്ട് നമ്മൾ പുറത്തുനിന്ന് ആരെയും വിളിച്ചുകൊണ്ട് വന്നിട്ടില്ല. അപ്പോൾ ആ വീട് പണിയുമ്പോൾ നമ്മൾ അവിടെ ഇറക്കുന്ന മുതലെന്ന് പറയുന്നത് നമ്മുടെ നാട്ടിൽ നിന്നുള്ള പണമാണ്. അതായത് നമ്മുടെ നാട്ടിൽ തന്നെയാണ് നമ്മൾ ആ പണം വിനിയോഗിക്കുന്നത്. ഇപ്പോൾ ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞാണ് അങ്ങനെ. അതേപോലെ നമ്മളൊരു വണ്ടി മേടിക്കുകയാണ്. വണ്ടി മേടിക്കുമ്പോൾ നമ്മൾ ഇവിടെ നിന്ന് ഗൾഫിലൊക്കെ ജോലി ചെയ്തിട്ടുള്ള ആളുകളാണ് വണ്ടി മേടിക്കുന്നുണ്ടെങ്കിൽ അവരിവിടെ അധ്വാനിച്ച പൈസ നമ്മളെ നാട്ടിലാണ് നമ്മൾ ചിലവാക്കുന്നത്. മനസ്സിലായില്ല? അപ്പോൾ അതേപോലെ ഞാൻ അങ്ങനെ ഒരു ഉദാഹരണങ്ങൾ പറഞ്ഞതാണ്. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എത്രയും പെട്ടെന്ന് നമുക്ക് ഓരോരുത്തരെ സഹായിക്കാൻ പറ്റുമോ അത്രയും നല്ലതാണ്. കാരണം നമ്മുടെ നാട്ടിൽ ജോലിയും വേലയും ഇല്ലാണ്ട് നടക്കുമ്പോഴാണ് പല ക്രൈമുകളിലേക്കൊക്കെ നമ്മുടെ നാട്ടിലുള്ളവർ പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ നിയമങ്ങളൊക്കെ അത്രയും സ്ട്രോങ് ആണ്, പക്ഷെ അതൊന്നും ആരുടെയും മുന്നിൽ അത്രയും ആ രീതിയിലൊന്നും കാണിക്കാറില്ലാത്തതുകൊണ്ടാണ് ഈ പ്രശ്നങ്ങളൊക്കെ വരുന്നത്. ഞാൻ ആരെയും കുറ്റപ്പെടുത്തി പറഞ്ഞതല്ല, പക്ഷെ നമുക്ക് അതിനൊക്കെയുള്ള സാധ്യതകൾ കൂടുതലാണ്. പിന്നെ ഇന്നിവിടെ ക്ലൈമറ്റ് മാറി തുടങ്ങി, നല്ല ഇടിവാളും അതേപോലെ ഇടിയൊക്കെ മിന്നുന്നുണ്ട്, ഇടിയൊക്കെ വെട്ടുന്നുണ്ട്. അപ്പോൾ ഇന്നൊരു നല്ല മഴ പ്രതീക്ഷിക്കാമെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ ഇത്രയൊക്കെയാണ് നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ മാക്സിമം എല്ലാവരും തന്നെ ചാനൽ സപ്പോർട്ട് ചെയ്യുക, മാക്സിമം എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്ത് കൊടുക്കുക, ഓരോരുത്തർക്ക് ജോലി കിട്ടട്ടെ. അപ്പോൾ ഓക്കെ, ബൈ, താങ്ക് യു. നമുക്ക് വീണ്ടും നാളെ ഇതേപോലുള്ള വിശേഷങ്ങളും മറ്റ് വീഡിയോസും ഒക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ആർക്കെങ്കിലും എന്ത് സംശയം ഉണ്ടെങ്കിലും ജോലി സംബന്ധമായിട്ടുള്ളത് നമ്മളോട് ചോദിക്കാവുന്നതാണ്. അപ്പോൾ നമ്മുടെ കമൻറ്റ് ബോക്സ് വഴി നിങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ നിങ്ങൾക്കുള്ള കറക്റ്റായിട്ടുള്ള ഉത്തരങ്ങൾ എനിക്ക് അറിയുന്ന രീതിയിലുള്ളത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരും. ഓക്കെ, ബൈ, താങ്ക് യു. മഴ പെയ്യുന്നുണ്ട്, എൻ്റെ കയ്യിലൊരു തുള്ളി വെള്ളം വീണു. ഓക്കെ, ബൈ, താങ്ക് യു.